മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-24 തിരുവചനങ്ങൾ പറയുന്നു, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെന്ന് അവിടെ വെച്ചോർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. പെടുമരണം, കൊടും മരണം, ദുർമരണം, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ദുർമരണം എന്ന് പറഞ്ഞ? ആ വ്യക്തി തീപ്പൊള്ളലേറ്റു മരിച്ചു, വെള്ളത്തിൽ വീണ് മരിച്ചു, ഇടിമിന്നലേറ്റു മരിച്ചു, പേപ്പട്ടി കടിച്ച് മരിച്ചു. ഇതിനൊക്കെ നാം പലപ്പോഴും ദാരുണമായിരുന്നു ആ മരണം എന്ന് പറയാറുണ്ട്. എന്നാൽ ആത്മീയ പിതാക്കന്മാർ നമുക്ക് പറയുക, ദുർമരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെടുമരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി തൻ്റെ ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവുമായി ജീവിക്കുന്നു, ആ അവസ്ഥയിൽ തന്നെ മരിക്കുന്നു. ഇതിനെയാണ് ദുർമരണം അല്ലെങ്കിൽ പെടുമരണം എന്നൊക്കെ പറയേണ്ടത്. കാരണം എന്താ? ഒരു വ്യക്തിയുടെ ജീവിതം മുഴുവൻ എപ്പോഴും വെറുപ്പും വിദ്വേഷവുമായിരുന്നു. ഇതിനുശേഷം ആ അവസ്ഥയിൽ തന്നെ ആ വ്യക്തി മരിക്കുന്നു. എന്തൊരു വേദനാജനകമായിട്ടുള്ള മരണമായിരിക്കും ആ മരണം. എന്നാൽ പ്രിയപ്പെട്ടവരെ, പിശാച് നമുക്ക് വെച്ച് തന്നിരിക്കുന്ന കെടിയ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ വചനത്തിൽ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നീ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ, നീ കുമ്പസാരിക്കാൻ പോകുമ്പോൾ നിനക്ക് ആരോടെങ്കിലും വെറുപ്പും വിദ്വേഷവും ഉണ്ടോ? ബലിവസ്തു അവിടെ വെച്ച് നിന്റെ സഹോദരമായി രമ്യപ്പെടുക, പിന്നെ വന്ന് നീ ബലിയർപ്പിക്കുക. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർത്തു നോക്കണം, എത്രയോ വിശുദ്ധ കുർബാനകൾ നമ്മൾ അർപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്കായി നാം അണയുമ്പോൾ നിന്റെ സഹോദരനോട് നിനക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടോ? ആ അവസ്ഥയിൽ നീ ബലി അർപ്പിച്ചു കഴിഞ്ഞാൽ നിന്റെ ബലി പൂർണ്ണമായിട്ടുള്ള ബലിയല്ല. വീണ്ടും നമ്മൾ കാണുക, കുമ്പസാരിക്കുവാൻ വേണ്ടി കുമ്പസാരക്കൂട്ടിലേക്ക് ഒരു ദൈവ പൈതൽ കടന്നു ചെല്ലുന്നു. ആ കുമ്പസാരക്കൂട്ടിനെ നീ സമീപിക്കുന്നു, കുമ്പസാരിക്കുന്നു, പാപങ്ങൾ ഓരോന്നും ഏറ്റുപറയുന്നു. വൈദികൻ നിനക്ക് പാപമോചനം തരുന്നു. ഇതിനു ശേഷം നീ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും നിന്റെ ഉള്ളിൽ ചില വ്യക്തികളോട് വെറുപ്പ്, ചില വ്യക്തികളോട് വിദ്വേഷം, ഈ അവസ്ഥയിലൂടെ നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ നീ ഓർത്തോ, സാത്താൻ നിന്റെ ഉള്ളിൽ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വേരുകൾ വെച്ച് തന്നിരിക്കുക. അതുകൊണ്ടാണ് നിനക്ക് ആ വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റാത്തത്, കൃപയില്ലാത്തത്, നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അഭിഷേകം ഇല്ലാത്തത്. അനേകം കുടുംബങ്ങളിൽ കാണാൻ സാധിക്കും. ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ. എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരു കൃപയില്ലാത്ത അവസ്ഥയിലൂടെ പല കുടുംബങ്ങളും വ്യക്തികളും കടന്നു പോകുക. അതിന് കാരണം എന്താ? വ്യക്തമായിട്ട് വചനത്തെ കാണാൻ സാധിക്കും. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 12-ാം അധ്യായം 15-ാം തിരുവചനം, ദൈവകൃപ ആർക്കും നഷ്ടമാകാതിരിക്കുവാൻ വേണ്ടി സൂക്ഷിക്കുവിൻ, വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ വേണ്ടി സൂക്ഷിക്കുവിൻ. ദൈവകൃപ എന്താ? ദൈവകൃപ, കൃപ നിറയ്ക്കണമേ, കൃപ നിറയ്ക്കണമേ, എല്ലാ വ്യക്തികളും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥം കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് കൃപയെ ഇങ്ങനെയാണ് വിവരിച്ചു തരുന്നത്. പിതാവായ ദൈവം പരിശുദ്ധാത്മാവിലൂടെ ഈശോയുടെ സ്നേഹം ഉണ്ടല്ലോ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുക്കുന്നതാണ് കൃപ. ഭാവനയിലൊന്ന് കണ്ടേ, പിതാവായ ദൈവം പരിശുദ്ധാത്മാവിലൂടെ ഈശോയുടെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനെയാണ് കൃപ എന്ന് പറയുന്നത്. ഇതിനുശേഷം വചനം എന്താ പറയുന്നത്? ദൈവകൃപ, ദൈവകൃപ ആർക്കും നഷ്ടമാകാതിരിക്കുവാൻ വേണ്ടി സൂക്ഷിക്കുവിൻ. മഴ പെയ്യുന്ന പോലെയാ ദൈവത്തിൻ്റെ കൃപ എല്ലാ വ്യക്തിയിലേക്കും ഒഴുകുന്നത്. ഇവിടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും ഈ സമയം മഴ പെയ്യുന്ന പോലെ ദൈവകൃപ ഒഴുകുന്നുണ്ട്. എന്നാൽ അതിനെ തടസ്സപ്പെടുത്തുന്നത് എന്താണ്? ഓർത്തോ പ്രിയപ്പെട്ടവരെ, വെറുപ്പിൻ്റെ വേരുകൾ, വിദ്വേഷത്തിൻ്റെ വേരുകൾ ഒരു വ്യക്തി ഹൃദയത്തിൽ കൊണ്ടുപോയി നടക്കുന്നുണ്ടോ, ഈ കൃപ ഒഴുകുന്ന മുഴുവൻ ബ്ലോക്കായി പോകും. ആ വ്യക്തി എന്ത് ചെയ്താലും ശരിയാവാത്ത അവസ്ഥയിലൂടെ കടന്നു പോകും. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദൈവകൃപ വാങ്ങിച്ചെടുക്കണം. ദൈവകൃപയുള്ള ഒരു പൈതലായി മാറണം.
ഇതിന് തടസ്സമായി നിൽക്കുന്ന വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വേരുകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അങ്ങോട്ട് പറിച്ചു നീക്കിക്കോ. നമ്മുടെ ഏതൊക്കെ തടസ്സങ്ങളുണ്ടോ ആ തടസ്സങ്ങൾ മാറിത്തരും നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, മഴ പെയ്തുകൊണ്ടിരിക്കുക, എന്നാൽ മഴയെ തടഞ്ഞു നിർത്തുന്ന എന്താ? കാർമേഘ. ഇതുപോലെ വെള്ളത്തിന്റെ നീരൊഴുക്കിനെ തടഞ്ഞു നിർത്തുന്ന ആരാ? അണക്കെട്ടുകളാ. ഇതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിൽ ആത്മീയ പിതാക്കന്മാര് നമുക്ക് പറഞ്ഞു തരുന്നു, ദൈവകൃപ നമുക്ക് തടഞ്ഞു നിർത്തുന്നതാണ് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വേരുകൾ. ഈ വചനം കേട്ട ഓരോ മക്കളുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും വെറുപ്പും വിദ്വേഷവും ഉണ്ടോ? നമുക്ക് ഈ സമയം ഒരു പരിശോധന നടത്താം. ഇങ്ങനെയാണ് ടെസ്റ്റ് തരാൻ പോകുന്ന അച്ഛൻ. ഈ ടെസ്റ്റിൽ നിങ്ങൾ വിജയിക്കുന്നുണ്ടോ അതോ പരാജയപ്പെടുന്നുണ്ടോ? നമ്മുടെ ചില ഭവനങ്ങളിലേക്ക് നമ്മൾ കയറി ചെല്ലുന്നു. പക്ഷെ ആ ഭവനങ്ങളിലേക്ക് കയറി ചെല്ലാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നീ തിരിച്ചറിഞ്ഞോ, അവിടെ ചില വ്യക്തികളുമായി നിനക്ക് വെറുപ്പും വിദ്വേഷവും ഉണ്ട്. ചിലരുടെ വീടുകളിലേക്ക് കയറി ചെല്ലുവാൻ നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമമുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, ചില വ്യക്തികളെ മുഖത്ത് നോക്കി നിനക്ക് പുഞ്ചിരിക്കാൻ വിഷമമുണ്ടോ? എങ്കിൽ ആ വ്യക്തിയോട് നിനക്ക് വെറുപ്പുണ്ട്. ചില വ്യക്തിയുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ നിനക്ക് വിഷമമുണ്ടോ? എങ്കിൽ നിനക്ക് ആ വ്യക്തിയോട് വെറുപ്പുണ്ട്. ഈ ടെസ്റ്റിൻ്റെ അകത്ത് നീ വിജയിച്ചോ? ചില ഭവനങ്ങളിലേക്ക് നീ എനിക്ക് കയറി ചെല്ല മനസ്സിലൊരു അസ്വസ്ഥത. ചില വ്യക്തികളുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ നമ്മളിത് തലമാറി നടക്കുന്നു. ചില വ്യക്തികളെ നോക്കി ഒന്ന് സംസാരിക്കാൻ നമുക്ക് പറ്റാത്ത അവസ്ഥ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇതിന് കാരണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും ഉള്ളത് കൊണ്ടാണ്. എങ്കിൽ ഈ വെറുപ്പും വിദ്വേഷവുമായി ഒരു വ്യക്തി നടക്കുമ്പോൾ ആ വ്യക്തിയിൽ സംഭവിക്കുന്ന പ്രത്യാഘാതങ്ങൾ നമ്മൾ തിരിച്ചറിയണം. എങ്ങനെയാണ് വെറുപ്പും വിദ്വേഷമുള്ള ഒരു വ്യക്തിയാണോ എന്ന് നമ്മൾ തിരിച്ചറിയുക? ഒന്നാമത്തെ ടെസ്റ്റ് ഇതാണ്, മറ്റുള്ളവരുടെ തിന്മ കാണാനുള്ള വെമ്പൽ. ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ കേൾക്കുക, അല്ലെ ആ വ്യക്തി എങ്ങനെ ഒരു തിന്മ ആ വ്യക്തിയെക്കുറിച്ച് സംഭവിക്കുന്ന കേൾക്കാൻ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം. എങ്കിൽ നിനക്ക് ആ വ്യക്തിയോട് വെറുപ്പുണ്ട്. ഇതുപോലെ തന്നെ മറ്റുള്ളവരെ കുറിച്ച് തിന്മ പറയുവാൻ വേണ്ടി നിന്റെ നാവ് വെമ്പുന്നുണ്ടെങ്കിൽ നീ തിരിച്ചറിഞ്ഞോ, അവിടെ വെറുപ്പും വിദ്വേഷമുണ്ട്. മറ്റുള്ളവരുടെ തിന്മ കേൾക്കാൻ, ചില വ്യക്തികളുടെ തിന്മ കേൾക്കാൻ നിന്റെ ചെവികൾ കൂർപ്പിക്കുന്നുണ്ടെങ്കിൽ നീ തിരിച്ചറിഞ്ഞോ, അവിടെ ഒരു വെമ്പലുണ്ട്. അത് നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷം ഉള്ളത് കൊണ്ടാണ്. ഇതുപോലെ തന്നെ എപ്പോഴും തിന്മ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ, തിന്മ മാത്രം ആ വ്യക്തി തിന്മ വരാനുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷമുണ്ട്. ഇങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തി ഇത് എപ്പോഴും തിന്മ തന്നെയാണ് ആ വ്യക്തി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ള കാര്യം ഓരോ വ്യക്തികളും തിരിച്ചറിഞ്ഞു. ക്ഷമിക്കാനും പൊറുക്കാനും ഒരു വ്യക്തി തയ്യാറാവുമ്പോൾ ദൈവം അവൻ്റെ ജീവിതത്തിലും അവൻ്റെ കുടുംബത്തിലും അനുഗ്രഹം വർഷിക്കും. ഈ കാലഘട്ടത്തിൽ അനേകം വ്യക്തികളും കുടുംബങ്ങളും തകർന്നുകൊണ്ടിരിക്കുക. അഭിഷേകം ഇല്ലാത്ത അവസ്ഥ, കൃപയില്ലാത്ത അവസ്ഥ, എന്തു ചെയ്താലും ശരിയാവാത്ത അവസ്ഥ. എന്നാൽ ക്ഷമിക്കാനും പൊറുക്കാനും ഒരു വ്യക്തി തയ്യാറായി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും ആ വ്യക്തിയുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ദൈവം വർഷിക്കും. നാം തിരുവചനം കേൾക്കാൻ പോവുകയാണ്. സുഭാഷിത പുസ്തകം 25-ാം അധ്യായം 21-ാം തിരുവചനം. ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക, അത് അവൻ്റെ തലയിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂട്ടും, കർത്താവ് നിനക്ക് പ്രതിഫലം നൽകും. ഇതിന് ചേർന്ന ഒരു ഇണവചനമാണ് റോമാക്കാർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 20-ാം തിരുവചനം. നിന്റെ ശത്രുവിന് വിശക്കുമ്പോൾ ഭക്ഷിക്കുവാനും ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കുവാനും കൊടുക്കുക, ഇതുവഴിയായി നീ അവൻ്റെ ശിരസിൽ തീക്കനൽ കൂനകൂട്ടും. കണ്ടോ പ്രിയപ്പെട്ടവരെ, വചനത്തെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരിക, നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ ഭക്ഷിക്കാൻ, ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കാൻ കൊടുക്കുക, ഇതുവഴി പശ്ചാത്താപത്തിന്റെ തീക്കനൽ നീ കൂനകൂട്ടും. പശ്ചാത്താപത്തിന്റെ തീക്കനൽ പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്. നമ്മുടെ ശത്രുവിന് എങ്ങനെയാ വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷിക്കാൻ കൊടുക്കുക? അവൻ ശത്രുവല്ലേ?
അവനെ ദാഹിക്കുമ്പോൾ എങ്ങനെയാണ് കുടിക്കാൻ കൊടുക്കുക? അവൻ ശത്രുവല്ലേ? നമ്മൾ അങ്ങനെ ചിന്തിക്കുക. അവന് നാശം വരട്ടെ, അവനെക്കുറിച്ച് മോശമായത് കാര്യങ്ങൾ കേൾക്കാൻ നമ്മുടെ ചെവികൾ വെമ്പൽ കൊള്ളുന്നു, അത് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ വചനം പറയുകയാണ്, നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ ഭക്ഷിക്കുവാനും ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കുവാനും കൊടുക്കുക. ഇതുവഴിയായി നീ അവൻ്റെ ശിരസിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂനുകൂട്ടും. ഇവിടെയാണ് നാം കണ്ടുമുട്ടുന്ന രണ്ട് കഥാപാത്രങ്ങൾ. ഒന്ന് ഏസാവ്, രണ്ട് ഏസാവിൻ്റെ സഹോദരൻ യാക്കോബ്. ഈ വ്യക്തിയുടെ പ്രത്യേകത എന്താ? അമ്മയുടെ ഉദരത്തിലായിരുന്ന സമയം മുതൽ മുട്ടനാടിൻ്റെ സ്വഭാവം കാണിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണ് ഏസാവും യാക്കോബും. എന്നാൽ അടുത്ത ഘട്ടം നമ്മൾ കാണുക, ഈ യാക്കോബ് തൻ്റെ സഹോദരൻ ഏസാവിനെ ഉണ്ടല്ലോ, അവനെ പറ്റിച്ച് അവൻ്റെ കടിഞ്ഞൂൽ പുത്ര സ്ഥാനം നേടിയെടുക്കുക. അവന് ഒരു കോപ്പ പായസം കൊണ്ടേ കൊടുത്തു. ഇതിനു ശേഷം അപ്പൻ്റെ അടുത്ത് ചെന്ന് ഈ അപ്പനെയും പറ്റിച്ച് ഈ കടിഞ്ഞൂൽ പുത്ര സ്ഥാനം യാക്കോബ് നേടിയെടുത്തു. ഇതിനു ശേഷം പ്രിയപ്പെട്ടവരെ, യാക്കോബ് തിരിച്ചറിയുക, ഏസാവ് പറഞ്ഞു താൻ കടിഞ്ഞൂൽ പുത്ര സ്ഥാനം നേടിയെടുത്ത്, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്ന അത്ര ഭൂഷണമല്ല, എനിക്ക് അടി വരുന്ന എവിടെ നിന്നാന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ യാക്കോബ് അവിടെ നിന്ന് നാട് വിട്ടുപോകിയ മറ്റൊരു ദേശത്തേക്ക്, ലാബാന്റെ ദേശത്തേക്ക് യാക്കോബ് കടന്നിയെന്നും അവിടെ യാക്കോബ് 20 വർഷക്കാലമാണ് അധ്വാനിച്ചത്. രാവും പകലും അധ്വാന. എന്നാൽ യാക്കോബ് തിരിഞ്ഞു നോക്കിയ, ഞാൻ ഒരുപാട് അധ്വാനിച്ചു, ഒരുപാട് പണി ചെയ്തു, പക്ഷെ ഒന്നുമില്ലാത്ത അവസ്ഥ, ഒരു സന്തോഷമില്ല, ഒരു അഭിഷേകമില്ല, മനസ്സിൽ എന്തൊക്കെ ഒരു ഭാരങ്ങൾ നിറഞ്ഞു നിൽക്കുക. ഞാൻ അധ്വാനിച്ചിട്ടൊന്നും അതിൻ്റെ ഫലം എനിക്ക് അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ. നമ്മൾ നോക്കണം, ചില കുടുംബങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ്. 20 വർഷമായി 30 വർഷമായി ഇതാ വിദേശത്താ, തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സന്തോഷ അഭിഷേകം ഇല്ലാത്ത അവസ്ഥ, എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥ. എന്താ എൻ്റെ ജീവിതത്തിൽ ഇതുപോലത്തെ അവസ്ഥ? ഈ സമയം യാക്കോബ് തിരിച്ചറിയുക. യാക്കോബ് ഒരു നദിയുടെ തീരത്ത് വന്ന് അവൻ കുനിഞ്ഞിരിക്കുന്നു. ഈ സമയം അവന് ദൈവം വിളിച്ചു, യാക്കോബേ. ആ യാക്കോബ് തലയുയർത്തി നോക്കി ദൈവത്തിന്റെ മുഖത്തേക്ക്. അവന്റെ മുഖത്തിന്റെ പ്രകാശത്താൽ എൻ്റെ പാപങ്ങൾ എനിക്ക് വെളിപ്പെട്ട് കിട്ടി എന്ന് സങ്കീർത്തന പുസ്തകം 90-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നത് പോലെ, അവന്റെ മുഖത്തിന്റെ പ്രകാശത്താൽ ഇതാ യാക്കോബിന് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ അഭിഷേകം ഇല്ലാത്തത്, അനുഗ്രഹമില്ലാത്തത്, എന്തു ചെയ്താലും ഒരു അഭിവൃദ്ധി ഇല്ലാത്ത അവസ്ഥ. ഏത് ബിസിനസ്സിൽ ചെന്ന് വിട്ടാലും, ഏത് കാര്യത്തിൽ ചെന്ന് വിട്ടാലും അവിടെ ഒന്നും എനിക്കൊരു വളർച്ചയില്ലാത്ത അവസ്ഥ. യാക്കോബ് തിരിച്ചറിയുക, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരൻ ഏസാവിന്റെ ഹൃദയത്തിൽ കിടക്കുന്ന വെറുപ്പാണ് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അഭിഷേകവും കൃപയും ഇല്ലാത്തതിന് കാരണം. ഇന്ന് പ്രിയപ്പെട്ടവരെ, ചില പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്, ചില പ്രതിസന്ധികൾ നമ്മളെ നേരിട്ട് കൊണ്ടിരിക്കുക. ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അതിന് ഉത്തരം കണ്ടെത്തുന്നത് എവിടെയാ? നമ്മൾ അവിടേക്കല്ല ഓടേണ്ടത്, ഇവിടേക്കല്ല ഓടേണ്ടത്, ആ വ്യക്തിയുടെ അടുത്തേക്ക് ഒന്നുമല്ല ഓടേണ്ടത്. നിന്റെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം എന്താണെന്നറിയോ? ദിവ്യക്കാരന്റെ നാഥന്റെ മുഖത്തേക്ക് നോക്കുക. അവിടെ കർത്താവ് കാണിച്ചു തരും എന്തുകൊണ്ടാണ് നിനക്ക് ഈ അഭിഷേകവും കൃപയും ഇല്ലാത്ത അവസ്ഥ, എന്തു ചെയ്താലും നിനക്ക് വളർച്ചയില്ലാത്ത അവസ്ഥ. ഇതിനുശേഷം പ്രിയപ്പെട്ടവരെ, യാക്കോബ് തിരിച്ചറിയുക, എൻ്റെ സഹോദരൻ ഏസാവിന്റെ ഹൃദയത്തിൽ കിടക്കുന്ന വെറുപ്പാണ് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അഭിഷേകവും കൃപയും ഇല്ലാത്തതിന് കാരണം. യാക്കോബിന് ആരോടെങ്കിലും വെറുപ്പും വിദ്വേഷവും ഉണ്ടോ? യാക്കോബിന് ആരോടും വെറുപ്പും വിദ്വേഷമില്ല. പക്ഷേ എൻ്റെ സഹോദരൻ ഏസാവിന്റെ ഹൃദയത്തിൽ കിടക്കുന്ന വെറുപ്പ് യാക്കോബിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹവും അഭിഷേകം ഒഴുകുന്നതിന് തടസ്സമായി നിൽക്കുക. എങ്കിൽ പ്രിയപ്പെട്ടവരെ, യാക്കോബ് എങ്ങനെയാണ് ഈ അഭിഷേകവും കൃപയും അവൻ തിരിച്ചു വാങ്ങിയെടുക്കുന്നത്? നമ്മൾ തിരുവചനത്തിൽ കാണുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 33-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. യാക്കോബ് ഏസാവിന്റെ അടുക്കിലേക്ക് തിരിച്ചു നടക്കുകയാണ്. യാക്കോബ് തലയുയർത്തി നോക്കിയപ്പോൾ ഏസാവ് 400 പേരുടെ അകമ്പടിയോടുകൂടെ വരുന്നത് കണ്ടു. എങ്ങനെയോ ഏസാവ് അറിഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ്
തന്നെ പറ്റിച്ചു പോയ, തന്നെ വഞ്ചിച്ചു പോയ തൻ്റെ സഹോദരൻ യാക്കോബ് ഇതാ വീണ്ടും ഈ ദേശത്തേക്ക് വരുന്നു. ഏസാവ് വെറുതെ ഇരിക്കുകയോ? ഏസാവ് എന്താ ചെയ്ത്? അവനും കുറച്ച് പട്ടാളക്കാരൊക്കെ ഉണ്ട്. ആ പട്ടാളക്കാരൊക്കെ അണിനിരത്തി തൻ്റെ സഹോദരനായ യാക്കോബ് ദേ ഇങ്ങോട്ട് കാലുകുത്തിക്കഴിഞ്ഞാൽ അവൻ്റെ കുതികാല് വെട്ടണം. അതിനു വേണ്ടിയിട്ടാ 400 പേര് അവിടെ നിർത്തിയിരിക്കുന്നത്. ഈ സമയത്ത് ഈ യാക്കോബ് കണ്ടു 400 പേര് അവിടെ മധ്യേ തൻ്റെ ജ്യേഷ്ഠൻ ഏസാവ് നിൽക്കുന്നു. ഈ സമയത്ത് യാക്കോബിന് സഹോദരന്മാരുണ്ട്, പരിചാരകരുണ്ട്, ഭാര്യമാരുണ്ട്, മക്കളുണ്ട്. അതുപോലെ തന്നെ ഓരോ വ്യക്തികളെ ഗണമായി നിർത്തി. ഏറ്റവും ആദ്യം പരിചാരകർ നിർത്തി. അതിനുശേഷം താൻ ഏറ്റവും കുറവ് സ്നേഹിക്കുന്ന ഭാര്യയെ, താൻ കുറവ് സ്നേഹിക്കുന്ന മക്കളെയൊക്കെ പുറകിലായി നിർത്തി. ഏറ്റവും അവസാനം താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഭാര്യയെ, താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മകനെ ഏറ്റവും പുറകിൽ നിർത്തിയേക്കുക. കാരണം എന്താ? അടി കിട്ടുകയാണെങ്കിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സേവകന്മാർക്ക് അടി കിട്ടിക്കോട്ടെ. അതിനുശേഷം ഏറ്റവും അവസാനം നിൽക്കുന്ന എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മോനും അടി കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് യാക്കോബ് ഏറ്റവും പുറകിലേക്ക് ഗണമായി നിർത്തിയിരിക്കുന്നത്. എന്നാൽ നാം വചനം കേൾക്കുന്നത് ഇങ്ങനെയാണ്: ഉടനെ യാക്കോബ് മക്കളെ വേർതിരിച്ച് ലേയായുടെയും റാഹേലിന്റെയും 2 പരിചാരകരുടെയും അടുക്കലായി നിർത്തി. അവൻ പരിചാരകരെയും അവിടെ മക്കളെയും മുൻപിലും ലേയായെയും മക്കളെയും അതിന് പുറകിലും റാഹേലിനെയും ജോസഫിനെയും ഏറ്റവും പുറകിലും നിർത്തി. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഭാര്യ റാഹേലിനെയും അതുപോലെ തന്നെ ജോസഫിനെയും ഏറ്റവും പുറകിൽ നിർത്തി. ഇവിടെയാണ് ട്വിസ്റ്റ് ഉണ്ടാവാൻ പോകുന്നത്. യാക്കോബ് എവിടെ നിന്നു? അടി കിട്ടാൻ വരുമ്പോൾ യാക്കോബ് എവിടെ നിൽക്കുന്നു? വചനം പറയുകയാണ്, അവൻ അവിടെ മുൻപേ നടന്നു. കണ്ടോ പ്രിയപ്പെട്ടവരെ, യാക്കോബ് ഏറ്റവും മുമ്പിൽ നടന്നു. ഈ സമയത്ത് പുലിക്കുട്ടിയെ പോലെ നിൽക്കുന്ന ഏസാവ്, ഈ ഏസാവിന്റെ മുമ്പിൽ യാക്കോബ് കുഞ്ഞാടിനെ പോലെ നിന്നു. ഇതിനുശേഷം വചനം കാണുകയാണ്, സഹോദരന്റെ അടുത്തെത്തുവോളം 7 തവണ നിലം മുട്ടി താണു വണങ്ങി. യാക്കോബ് തൻ്റെ സഹോദരന്റെ മുമ്പിൽ, ഏസാവിന്റെ മുമ്പിൽ 7 തവണ നിലം മുട്ടി താണു വണങ്ങി. നമ്മൾ കാണുന്നുണ്ട് മത്തായി സുവിശേഷം 18-ാം അധ്യായം 31-ാം തിരുവചനം, നീ നിന്റെ സഹോദരനോട് എത്ര പ്രാവശ്യം ക്ഷമിക്കേണ്ടേ? അവിടെ കാണുക 70 പ്രാവശ്യം. വീണ്ടും നിന്റെ സഹോദരനോട് നീ ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ വേണ്ടി വചനം ഓർമ്മപ്പെടുത്തിയ എങ്കിൽ ഇവിടെ 7 തവണ നിലം മുട്ടെ യാക്കോബ് താണു വണങ്ങിയപ്പോൾ ഏസാവ് എന്താ ചെയ്തെന്നറിയോ? ഏസാവാകട്ടെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു, ഇരുവരും ചുംബിച്ചു കരഞ്ഞു എന്നാണ് വചനം പറയുന്നത്. പുലിക്കുട്ടിയെ പോലെ വന്ന ഏസാവിനെ കുഞ്ഞാടാക്കി മാറ്റി യാക്കോബ് എന്താ ചെയ്തേ? തൻ്റെ ശത്രുവിൻ്റെ മുമ്പിൽ 7 തവണ നിലം മുട്ടെ താണു വണങ്ങിയപ്പോൾ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ വചനത്തിന്റെ അർത്ഥം ഒന്ന് നമ്മൾ മനസ്സിലാക്കി. നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ ഭക്ഷിക്കുവാനും, നിന്റെ ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കുവാനും കൊടുക്കുക. അതുവഴിയായി നീ അവന്റെ ശിരസിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂനകൂട്ടും. യാക്കോബ് എങ്ങനെയാ തൻ്റെ സഹോദരൻ ഏസാവിന്റെ ശിരസിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂനകൂട്ടിയത്? അവന് വിശന്നപ്പോൾ ഭക്ഷിക്കുവാനും ദാഹിച്ചപ്പോൾ കുടിക്കുവാനും കൊടുത്തു. അവന്റെ മുമ്പിൽ 7 തവണ നിലം മുട്ടെ താണു വണങ്ങിയപ്പോൾ വചനം പറയുക, ഇരുവരും കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു, കരഞ്ഞു. യാക്കോബ് അഭിഷേകം നിറച്ചു. കണ്ടോ? പിന്നീട് യാക്കോബിന്റെ ജീവിതം മാറിയ, അവന്റെ ജീവിതത്തിലേക്ക് ഈ നഷ്ടപ്പെട്ടു പോയ അഭിഷേകം തിരിച്ചു വരുന്നു, കൃപകൾ തിരിച്ചു വരുന്നു. അവന്റെ ജീവിതത്തിൽ പിന്നീട് ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് യാക്കോബ് ഉയർത്തപ്പെടുക. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകം വ്യക്തികളുടെ ജീവിതങ്ങളെ കാണാൻ സാധിക്കും. അഭിഷേകവും കൃപയും ഇല്ലാത്ത ജീവിതം. അതിൻ്റെ കാരണം നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുപോയി നടക്കുന്ന വെറുപ്പിൻ്റെയും വിദ്വേഷ വേരുകളാണ്. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുക, അച്ഛാ, ഞങ്ങളുടെ കുടുംബത്തിൽ 400 റബ്ബർ മരങ്ങളുണ്ട് വീട്ടിൽ. 400 റബ്ബർ മരം വെട്ടിക്കഴിഞ്ഞാൽ അത് 4 ഷീറ്റേ കിട്ടുന്നുള്ളൂ. ആ വ്യക്തിയുമായി സംസാരിച്ച് വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. 6 വർഷത്തിലേറെയായി പെറ്റമ്മയുമായി ഈ മനുഷ്യൻ സംസാരിച്ചിട്ട് ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും ആ കുടുംബത്തിലേക്ക് എങ്ങനെ ഒഴുകുക? ഇതുപോലെ തന്നെ മറ്റൊരു കുടുംബം
മക്കളെ കെട്ടിച്ചു വിടാൻ വേണ്ടി എല്ലാ സമ്പത്തും ഉണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് തേക്ക് മരങ്ങളുണ്ട്. ഈ തേക്ക് മരങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ മകളുടെ വിവാഹം ആഘോഷമായി നടത്താൻ പറ്റും. പക്ഷെ നടക്കുന്നില്ല അച്ഛ, എന്ത് ചെയ്താലും നടക്കുന്നില്ല. പക്ഷേ ആ മനുഷ്യരുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോഴാ എവിടെ ബ്ലോക്ക് കിടക്കുന്നേ? അയൽപക്കക്കാരനുമായി കോടതി കേസുമായി നടന്നുകൊണ്ടിരിക്കുക. അവിടെ കയറിയിട്ട് ആ അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് വർഷങ്ങളായി ദൈവത്തിന്റെ കൃപ അവിടെ ബ്ലോക്കായിട്ട് നിൽക്കുക. ഇതുപോലെ തന്നെ വിദേശത്ത് ജോലിയുള്ള ഒരു വ്യക്തി നാട്ടിലേക്ക് വന്നിരിക്കുക, രോഗപീഠകളുമായി വന്നിരിക്കുക. ആ സമയത്ത് നാട്ടിലൊരു ഹോസ്പിറ്റലിൽ വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ കാര്യം മനസ്സിലാകുന്ന ആ വ്യക്തി ക്യാൻസർ രോഗിയാണെന്ന്. ഡോക്ടർമാർ പറഞ്ഞു അർജന്റായി സർജറി നടത്തണം. ഈ മകൾ എന്താ ചെയ്തതെന്നറിയോ? ഡോക്ടർമാരോട് എനിക്ക് 2 ആഴ്ചയെങ്കിലും എനിക്ക് അവധി തരണം, അതിനുശേഷം സർജറി നടത്തിയാൽ മതി എന്ന്. ഇതിനുശേഷം അവൾ ധ്യാനത്തിന് വരിക. ധ്യാനത്തിന് വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില മേഖലകൾ കാണിച്ചു കൊടുത്തു, ചില ബോധ്യങ്ങൾ അവൾക്ക് കൊടുത്തു. കൗൺസിലിംഗ് ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾക്ക് വ്യക്തമായി അവളുടെ ജീവിതത്തിലെ ചില പാപത്തിൻ്റെ മേഖലകൾ, വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ മേഖലകൾ അവൾക്ക് കാണിച്ചു കൊടുത്തു. അവൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തി അവളുടെ പേരിൽ അപവാദം പറഞ്ഞു വരുത്തിയതിൻ്റെ പേരിൽ എന്തെന്നില്ലാത്ത വെറുപ്പും വിദ്വേഷമൊക്കെയായി. പിന്നീട് കാണാൻ സാധിക്കും, ധ്യാനം കഴിഞ്ഞ് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലുക, അവളെ കാലിൽ പിടിച്ച് ഇവൾ മാപ്പ് പറഞ്ഞു. ഇതിനുശേഷം അവർ തമ്മിൽ രമ്യതപ്പെട്ടു. വീണ്ടും ഡോക്ടർ അടുക്കൽ ചെന്ന് ഈ ഡോക്ടറോട് ദേ ഓപ്പറേഷൻ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മകൾ വന്നിരിക്കുക. ഡോക്ടർമാർ ഈ ഓപ്പറേഷൻ മുമ്പ് വീണ്ടും ടെസ്റ്റുകളൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഡോക്ടർമാരെ അത്ഭുതപ്പെടുത്തി. അവളുടെ ക്യാൻസർ രോഗം പൂർണ്ണമായും സൗഖ്യം പ്രാപിച്ചിരിക്കുക. വെറുപ്പിന്റെ വിദ്വേഷ വേരുകൾ അവൾ എടുത്തു മാറ്റാൻ തയ്യാറായപ്പോൾ ദൈവത്തിന്റെ കരുണ അവളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയിരിക്കുക. നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്, നോക്കിക്കോ, നീ നിന്റെ സഹോദരനോട് ക്ഷമിക്കുന്നുവെങ്കിൽ നിന്റെ പാപം ഈശോ ക്ഷമിക്കും. ഈശോയുടെ വാഗ്ദാനം, നീ നിന്റെ സഹോദരൻ ക്ഷമിക്കുന്നുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഈശോയുടെ വാഗ്ദാനമാ, നീ നിന്റെ സഹോദരൻ ക്ഷമിക്കുന്നുവെങ്കിൽ നിന്റെ ബലിയർപ്പണം ദൈവം സ്വീകരിക്കും. നീ നിന്റെ സഹോദരൻ ക്ഷമിക്കുന്നുവെങ്കിൽ നിന്റെ ദൈവം നിന്നോട് കരുണ കാണിക്കും. നീ നിന്റെ സഹോദരൻ ക്ഷമിക്കുന്നുവെങ്കിൽ നിന്റെ രോഗപീഠകൾ നീ സൗഖ്യം പ്രാപിക്കും. ഇന്ന് പ്രിയപ്പെട്ടവരെ, നീ പ്രാർത്ഥിച്ചു, ആരോടെങ്കിലും വെറുപ്പും വിദ്വേഷവും ഉണ്ടോ? പൂർണ്ണമായി ഈ സമയം നീ പ്രാർത്ഥിച്ചു, അവരിലേക്കെല്ലാം ദൈവത്തിൻ്റെ കരുണയൊഴുകും, ഈശോയുടെ സ്നേഹം ഒഴുകും. ദൈവം നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.